മൂന്ന് കാര്യങ്ങള് സൗഖ്യത്തിലേക്ക് നമ്മളെ നയിക്കാൻ ശക്തിയുള്ള മൂന്ന് കാര്യങ്ങൾ നമ്മൾ കണ്ടു. ഒന്ന് പ്രാർത്ഥന, രണ്ട് ദൈവവചനം, മൂന്ന് യേശുനാമം. അതുപോലെ തന്നെ നമ്മളെ സൗഖ്യത്തിലേക്ക് നയിക്കാൻ ശക്തിയുള്ള മൂന്ന് പ്രധാനപ്പെട്ട കൂദാശകൾ വിശുദ്ധ കുർബാനയെ കുറിച്ച് നമ്മൾ ഇഷ്ടംപോലെ കേട്ടിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഒന്ന് കൊറിന്തോസ് 11 30 വചനത്തിൽ നമ്മൾ കണ്ടു, നമ്മുടെ ശരീരത്തിന്, മനസ്സിന്, ആത്മാവിന്, ഫിസിക്കൽ, സൈക്കിക്, സൊമാറ്റിക് മൂന്ന് മേഖലയിലും സൗഖ്യം പ്രാപിക്കാനായിട്ട് വിശുദ്ധ കുർബാന നമ്മളെ സഹായിക്കും എന്നുള്ളത്. മറ്റ് രണ്ട് പ്രധാനപ്പെട്ട കൂദാശകൾ നമ്മൾ ഗൗരവപൂർവ്വം കാണുന്നെങ്കിൽ ഒരുപാട് സൗഖ്യം നമുക്ക് പ്രാപിക്കാൻ പറ്റും. അതിലൊന്നാണ് കുംഭസാരം എന്ന കൂദാശ. കുംഭസാരം എന്ന കൂദാശ ഇത് ഫ്രീ ആയിട്ട് സഭയിൽ വെച്ചിരിക്കുന്നതുകൊണ്ട് ചിലർക്ക് വലിയ മീച്ചൊന്നുമില്ല. കുംഭസാരം എന്ന കൂദാശ പക്ഷെ സഭ ഇത് ഫ്രീ ആയിട്ട് നമുക്ക് നൽകുന്നുണ്ടെങ്കിലും സഭ ഈ കൂദാശയെ കുറിച്ച് പഠിപ്പിക്കുന്ന കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. അറിഞ്ഞാൽ നമുക്ക് കുംഭസാരം ഒരുപാട് നീട്ടിക്കൊണ്ടുപോകാൻ പറ്റത്തില്ല. കുംഭസാരത്തിന്റെ ആവശ്യമില്ലെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം അത്രമാത്രം പ്രാധാന്യം ഈ കൂദാശയ്ക്കുണ്ട് എന്നുള്ളത് സഭ നമ്മെ പഠിപ്പിക്കുന്ന കാര്യമാണ്. യോഹന്നാന്റെ സുവിശേഷം 20:23 മത്തായി 18 മുതലുള്ള വചനങ്ങളും വായിച്ചു കഴിഞ്ഞാൽ ഒരേ കാര്യം ഈ രണ്ട് വചനഭാഗത്തും നമുക്ക് ലഭിക്കുന്നു. മത്തായി 18 മുതൽ യോഹന്നാൻ 20:23 മുതൽ വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, നീ ആരുടെ പാപങ്ങൾ ഈ ഭൂമിയിൽ കെട്ടുന്നുവോ അവ കെട്ടപ്പെട്ടിരിക്കും. നീ ആരുടെ പാപങ്ങൾ അഴിക്കുന്നുവോ അവ അഴിക്കപ്പെട്ടിരിക്കും. കൂദാശകൾ ഈ മൂന്ന് കൂദാശകൾ മാത്രമല്ല, 7 കൂദാശകളും സ്ഥാപിച്ചതാരാണ്? ഏത് മാർപ്പാപ്പായാന്നറിയോ? ഒരു മാർപ്പാപ്പായും അല്ല. 7 കൂദാശകളും സ്ഥാപിച്ചത് യേശുക്രിസ്തു. അതുകൊണ്ട് തന്നെ അതിന്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ കൂദാശകളെ കുറിച്ച് മനസ്സിലാക്കി അത് പരികർമ്മം ചെയ്യുകയും പരികർമ്മം ചെയ്യപ്പെടുമ്പോൾ അതിൽ പങ്കെടുക്കുകയും ചെയ്യുന്നവർക്ക് അതിൻ്റെതായ അനുഗ്രഹം ഉണ്ടാവും. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം 1495 അതുപോലെ 1446 ഈ 2 പാരഗ്രാഫ് വായിച്ചാൽ ഒരുപാട് കാര്യങ്ങൾ ഈ വിശുദ്ധ കുംഭസാരത്തെ കുറിച്ച് പഠിപ്പിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഒന്ന് അവിടെ പറഞ്ഞിരിക്കുന്നത്, മാമോദീസ സ്വീകരിച്ച ഏതൊരു വ്യക്തിക്കും വീണ്ടെടുപ്പിന്റെ കൂദാശയാണ് കുംഭസാരം. നമുക്കറിയാലോ, നിങ്ങൾ ഒരു 25 വയസ്സായപ്പോഴത്തേക്കും മാമോദീസ സ്വീകരിച്ചു. ആ മാമോദീസയിലൂടെ 25 വയസ്സ് വരെ നിങ്ങൾ ചെയ്ത പാപങ്ങൾ പോലും ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. ഇനി ഒരു കാലത്ത് നിങ്ങൾ കുംഭസാരത്തിൽ ഏറ്റുപറയേണ്ട കാര്യമില്ല. ഇനി ആ മാമോദീസയ്ക്ക് ശേഷം നമ്മൾ ചെയ്യുന്ന നമ്മുടെ കർമ്മപാപങ്ങൾ, ജന്മപാപം മാമോദീസയിലൂടെ മാറും നമുക്കറിയാം. പക്ഷെ കർമ്മപാപം, ആ മാമോദീസ വരെയുള്ള സകല പാപങ്ങളും അവിടെ തുടച്ചു മാറ്റപ്പെടുക. ഇതിന് ശേഷം നമ്മൾ പാപം ചെയ്താൽ നമ്മളൊക്കെ കുംസാരം കഴിഞ്ഞാൽ പിന്നെ അടുത്ത കുംസാരത്തിന് ഒത്തിരി ലേറ്റ് ആകേണ്ട കാര്യമില്ല. അല്ലാതെ തന്നെ നമ്മൾ ഷട്ടപ്പെടാമെന്നാ പാപം ചെയ്യും. അങ്ങനെയുള്ളവർക്കൊരു വീണ്ടെടുപ്പ് വേണം. അതിന് സഭയിൽ യേശുക്രിസ്തു സ്ഥാപിച്ചിരിക്കുന്ന കൂദാശയാണ് വിശുദ്ധ കുംഭസാരം. നമുക്കറിയാലോ, കുംഭസാരത്തിലൂടെ സംഭവിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ടാണ് ഈ അനുരഞ്ജന ശുശ്രൂഷ എന്ന് പറഞ്ഞത്. കുംഭസാരം നമ്മൾ നടത്തുമ്പോൾ 3 മേഖലയിൽ അനുരഞ്ജനം സംഭവിക്കുകയാണ്. ഒന്ന്, യേശുക്രിസ്തുവിലൂടെ ദൈവവുമായി അനുരഞ്ജനം. യേശുക്രിസ്തുവിലൂടെയാണ് പിതാവായ ദൈവം യേശുക്രിസ്തുവിനെ ഈ ലോകത്തിലേക്ക് അയച്ചത്. അതിനുവേണ്ടിയാണ് യേശുക്രിസ്തുവിലൂടെ പിതാവുമായി നാം അനുരഞ്ജനപ്പെടാൻ വേണ്ടി. രണ്ടാമത്തെ കാര്യം, നമ്മൾ ചെയ്ത ഏത് പാപത്തിനും ഒരു സോഷ്യൽ ഡയമെൻഷൻ, ഒരു സാമൂഹിക വശം എന്ന് പറഞ്ഞാൽ, ഞാൻ പാപം ചെയ്യുമ്പോൾ എൻ്റെ സഹോദരങ്ങൾക്കും അതിൻ്റെതായിട്ടുള്ള ദൂഷ്യം വരും. പറയുണ്ട്,
എൻ്റെ സഹോദരങ്ങളുമായിട്ട് എനിക്കുണ്ടായിരുന്ന ആ സ്നേഹബന്ധം അത് നഷ്ടപ്പെട്ടെങ്കിൽ അത് വീണ്ടെടുക്കപ്പെടുകയാണ് കുമ്പസാരം എന്ന കൂദാശ. മൂന്നാമതായിട്ട് നമുക്കറിയാലോ, മനുഷ്യന്റെ തിന്മ പെരുകിയപ്പോൾ പ്രപഞ്ചം വിരൂപമായി ബൈബിൾ പറഞ്ഞു. അറിയണ്ടേ, മൂന്നാമത്തെ അനുരഞ്ജനം നടക്കുന്നത് പ്രപഞ്ചവുമായിട്ട്. ശരിക്കും ഇത് സംഭവിച്ചു കഴിഞ്ഞാൽ കുറെ അലർജി രോഗങ്ങളൊക്കെ മാറും. ചിലർക്ക് ചില സ്ഥലത്തേക്ക് പോകാൻ മേല, ചില ഇലയുടെ അടുത്ത് പോകാൻ പറ്റിയില്ല. ഇവിടെ ഒരാൾ പറഞ്ഞാണ്, ഒരു ബണ്ണ് വാങ്ങിച്ചത് കഴിച്ചില്ല കൊച്ച്, ഈ മുഖത്തിന്റെ അടുത്തേക്ക്, വായുടെ അടുത്തേക്ക് കൊണ്ടുവന്നതേ ഉള്ളൂ, അതിന്റെ മുഖം എല്ലാം റെഡിഷായി, അങ്ങനെ ഭയങ്കര പ്രശ്നം. അപ്പൊ അടുത്തോട്ട് വന്നപ്പോ ഇങ്ങനെയാണ്, അത് കഴിക്കാൻ കൂടെ ചെയ്യുന്നത്. ഇതുപോലെ ഒരുപാട് ഈ അലർജി രോഗങ്ങൾ ബാധിച്ചിരിക്കുന്ന വ്യക്തികളെ കാണാൻ സാധിക്കും. നമുക്ക് ഈ പ്രപഞ്ചവുമായിട്ട് ഒരു അനുരഞ്ജനം സംഭവിച്ചു കഴിഞ്ഞാൽ പല അലർജി രോഗങ്ങളും മാറും. ഈ മൂന്ന് മേഖലയിലും അനുരഞ്ജനം സംഭവിക്കുകയാണ് കുമ്പസാരം എന്ന കൂദാശയിലൂടെ. അത്ര വിശിഷ്ടമായ ഒരു കൂദാശയാണെന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് ആ കൂദാശ സ്വീകരിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. കുമ്പസാരം എന്ന കൂദാശയുടെ ചില സൽഫലങ്ങള് സഭ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ സഭയുടെ പഠനങ്ങളും അതുപോലെ തന്നെ വചന വെളിച്ചത്തിൽ ചിന്തിച്ചാലും അത് നമുക്ക് കാണാൻ പറ്റും. ഒന്നാമത്തെ കാര്യം, ദൈവവുമായുള്ള അനുരഞ്ജനം. ഞാൻ പറഞ്ഞു കഴിഞ്ഞു, അത് നടക്കുന്നത് യേശുക്രിസ്തുവിലൂടെയാണ്, പിതാവായ ദൈവവുമായിട്ടുള്ള അനുരഞ്ജനം. രണ്ടാമത്തേതാണ് പാപത്തിൽ നിന്ന് മോചനം. ഇടയ്ക്ക് സങ്കീർത്തനം 32 വായിച്ചുകൊണ്ടിരിക്കുന്നത് നല്ലതാണ് കേട്ടോ. സങ്കീർത്തനം 32, അവിടെ സങ്കീർത്തകൻ പറയുന്നൊരു കാര്യമുണ്ട്, കർത്താവേ, ഞാൻ എൻ്റെ പാപങ്ങൾ ഏറ്റുപറയാതിരുന്നപ്പോൾ, ഞാൻ കുമ്പസാരിക്കാതിരുന്നപ്പോൾ എൻ്റെ ശരീരം ക്ഷയിച്ചുകൊണ്ടിരുന്നു, അണ്ട ഞാൻ എല്ലും തോലുമായി. ഇന്ന് ഇങ്ങനത്തെ അവസ്ഥയിലെത്തിയാലും ചിലരുടെ ചിന്ത പോകുന്നത്, ഇനി ഏത് ടോണിക്ക് കഴിച്ചാലാണ്, ഏത് ലേഹ്യം കഴിച്ചാലാണ് ശരീരം ഒന്ന് ബിൽഡപ്പ് ചെയ്യാൻ പറ്റുക. ഇവിടെ പറയാണ്, എൻ്റെ പാപം മൂലം എൻ്റെ ശരീരം എല്ലും തോലുമായി മാറിയിരിക്കുന്നു, എൻ്റെ സൗന്ദര്യം നഷ്ടപ്പെട്ടു. എന്നിട്ട് സങ്കീർത്തകൻ പറയാണ്, ഞാൻ എൻ്റെ പാപങ്ങൾ ഏറ്റുപറയുമെന്ന് ദൈവത്തോട് പറഞ്ഞപ്പോൾ ദൈവത്തിന്റെ കാരുണ്യവും കൃപയും എൻ്റെ മേൽ വന്നു. എന്ന് പറഞ്ഞാൽ ഈ പാപം മൂലം വന്ന ഈ ദുരവസ്ഥകളെല്ലാം കർത്താവ് ഏറ്റെടുത്ത് എനിക്ക് അതിൽ നിന്നും മോചനം തരുന്നു. അതുകൊണ്ട് ഈ പാപമോചനം വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് കിട്ടാൻ ദൈവം വെച്ചിരിക്കുന്ന ഈ കൂദാശ, അത് നമ്മൾ വേണ്ടതുപോലെ സ്വീകരിക്കണം. നിങ്ങളൊന്ന് നോർമലായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ, കുമ്പസാരിപ്പിക്കാൻ ഒരു അച്ഛൻ കുമ്പസാരിക്കൂട്ടി ഇരുന്ന എന്തെങ്കിലും സാമ്പത്തിക ലാഭം അവിടെ ഉണ്ടാവുന്നുണ്ടോ? ഉണ്ടോ? ഞാൻ ആരെങ്കിലും ചീട്ടെടുത്തിട്ടാണോ പോയി കുമ്പസാരിക്കണേ? അല്ലല്ലോ. വേറെ ഏത് കാര്യത്തിന് പോയാലും അത്, ഞാൻ ഓർക്കുക, ഹോളിലാൻഡിൽ പോയപ്പോഴത്തേക്കാ ഒരു എഴുത്തി വന്നിട്ട് പറയാണ്, മൂത്രമൊഴിക്കാൻ കയറിയപ്പോൾ $2 കൊടുക്കേണ്ടി വന്നു, അതിന്റെ സങ്കടം കാണുന്നത്. ഒരു ഉപകാരമില്ലാത്ത ഈ വേസ്റ്റ് സാധനം കളയാൻ വേണ്ടി $2. ബാത്റൂമിൽ കയറണമെങ്കിൽ പോലും ഉണ്ട്, പൈസ കൊടുക്കണം. ഇവിടെ നമ്മൾ കാണുകയാണ്, ഫ്രീ ആയിട്ട് കുമ്പസാരം എന്ന കൂദാശ ഫ്രീ ആയിട്ട് ദൈവം നമുക്ക് തന്നിരിക്കുകയാണ്. സഭ നമുക്ക് അത് പരികർമ്മം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരിങ്ങനെ വേറെ ആർക്കും സാമ്പത്തികമായിട്ടോ മറ്റൊരു രീതിയിലോ ഒരു നേട്ടം ഉണ്ടാകുന്നില്ല. അങ്ങനെയെങ്കിൽ ഇങ്ങനെ ഒരു കൂദാശ കർത്താവ് സ്ഥാപിച്ചത് ആർക്ക് വേണ്ടിയാണ്? നമുക്ക് വേണ്ടി. ഞാൻ ഈ ധ്യാനത്തിൽ വരുന്നതോട് ഞാൻ പറയാറുണ്ട്, നിങ്ങൾ കുമ്പസാരിക്കാൻ പോകുമ്പോൾ അതിന്റെ ഫലം കിട്ടുന്നത് നിങ്ങൾക്ക് മാത്രം, നിങ്ങൾക്കാണ് അതിന്റെ ഫലം. ഞാന് അതിന് പോകാതിരിക്കുമ്പോഴത്തേക്കും ഞാൻ അതിന്റെ ഫലം എടുക്കാതിരിക്കുക. നിങ്ങൾ ഒരു വെണ്ട കുഴിച്ചു വെച്ചിട്ട് അതിൽ വെണ്ടയ്ക്കായൊക്കെ ഉണ്ടായി നിൽക്കുക. പക്ഷെ ഒരാൾ പറയാം, ഓ പറമ്പിലേക്ക് ഇറങ്ങണ്ടേ, അത് കണ്ടിച്ചെടുക്കണമെങ്കിൽ എന്നെ കൊണ്ട് പറ്റിയില്ല. അങ്ങനെ ഇരിക്കും. ആ വെണ്ടയ്ക്ക അവിടെ നിന്ന് മൂത്ത് പിന്നെ നാരും പിടിച്ചിരിക്കുന്നതല്ലാതെ നമുക്കത് കഴിക്കാൻ പറ്റുമോ? കാരണം എന്തായിരുന്നു? അത് കണ്ടിക്കാനായിട്ട് വഴിയിലേക്ക് ഇറങ്ങണ്ടേ, അല്ലെ പറമ്പിലേക്ക് ഇറങ്ങണ്ടേ. ഇതുപോലെ മടി പിടിച്ചിരിക്കുന്ന ആൾക്കാർ കുമ്പസാരിക്കുന്ന കാര്യം വരുമ്പോഴത്തേക്കും മടി പിടിച്ചിരിക്കുന്നത്, അതിനൊക്കെ പോകണ്ടേ, അതിനിപ്പോ തുണിയൊക്കെ മാറണ്ടേ, അവിടെ ചെല്ലും അച്ഛൻ ഉണ്ടാവുമോ ഇല്ലയോ ആർക്കറിയാം. കുമ്പസാരം എന്ന കൂദാശയുടെ സൽഫലങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 5 പേരുടെ അടുത്ത് പോയിട്ട്
കുമ്പസാരിക്കാൻ പറ്റിയില്ലെങ്കിലും 6-ാമത്തെ ആള് തേടിപ്പോകും നമ്മൾ. അത്ര വിശിഷ്ടമായ ഒരു കൂദാശയാണ് കുമ്പസാരം എന്ന കൂദാശ നമ്മൾ തിരിച്ചറിയും. വീണ്ടും സഭയുമായിട്ടുള്ള അനുരഞ്ജനം. നിങ്ങളെ ഈ ലത്തീൻ റീത്തിലെ കുർബാനയിൽ പങ്കെടുക്കുമ്പോഴൊക്കെ കേൾക്കാറുള്ള ഒരു കാര്യമാണ്. അതിൻ്റെ കുർബാന സ്വീകരണത്തിന് തൊട്ട് മുമ്പായിട്ടുള്ള പ്രാർത്ഥനയില് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ തിരുവുള്ളമാകണമേ. സഭയ്ക്ക്. അപ്പൊ നമ്മള് ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് ഏറ്റെടുക്കേണ്ടത് സഭയിലൂടെയാണ്. സഭയുമായിട്ട് രമ്യതപ്പെടാതെ കൊണ്ട് സഭയെ കുറ്റം പറഞ്ഞ് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ കണ്ടുപിടിച്ച് പള്ളി പോകാതെയും കുമ്പസാരിക്കാതെയും ഒക്കെ ഇരുന്നു കഴിഞ്ഞാൽ ആർക്കാണ് നഷ്ടം? നമുക്ക്. ഇത് നമുക്ക് വേണ്ടി ദൈവം വെച്ചിരിക്കുന്ന കാര്യങ്ങളാണ്. പറയുണ്ട്, ഈ കൂദാശകൾ വഴി ദൈവം ലഭ്യമാക്കുന്ന അനുഗ്രഹങ്ങള് നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് ഏറ്റെടുക്കാൻ പറ്റും. വീണ്ടും മറ്റൊരു കാര്യം സഭ പഠിപ്പിക്കുന്നുണ്ട്. നഷ്ടപ്പെട്ട കൃപ തിരിച്ചു പിടിക്കാൻ സഹായിക്കുന്നത് കുമ്പസാരം എന്ന കൂദാശ. അതുപോലെ തന്നെ മാരക പാപം മൂലം നിത്യനാശത്തിന് അർഹരായ നമ്മെ അതിൽ നിന്നും മോചിപ്പിക്കുന്നത് കുമ്പസാരം എന്ന കൂദാശയാണ്. വിശുദ്ധ അൽഫോൻസ് ലിഗോരി അദ്ദേഹം പഠിപ്പിച്ച ഒരു കാര്യമുണ്ട്. അൽഫോൻസ് ലിഗോരി അദ്ദേഹം പറഞ്ഞത്, ഒരു പുരോഹിതൻ കുമ്പസാരക്കൂട്ടിൽ ഇരുന്ന് കുമ്പസാരിക്കാൻ വന്ന ഒരു വ്യക്തിയോട്, ഒരു അനുതാപിയോട് ഇങ്ങനെ പറയുകയാണ്, ഐ അബ്സോൾവ് യു ഫ്രം ഓൾ യുവർ സിൻസ്. നിന്റെ എല്ലാ പാപങ്ങളും യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ ക്ഷമിച്ച് അതെല്ലാം എടുത്തു മാറ്റുന്നു. അങ്ങനെ പറയുമ്പോൾ സംഭവിക്കുന്നത് എന്താണ്? നീ വിശുദ്ധം പറഞ്ഞത് എന്താണെന്നറിയോ? ഒരു പുരോഹിതൻ കുമ്പസാരം എന്ന കൂദാശയില് നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ നരകത്തിന് വേണമെങ്കിൽ വേർതിരിക്കപ്പെട്ട ഒരു വ്യക്തി ഈ ഒരൊറ്റ കാരണത്താൽ സ്വർഗത്തിന് അവകാശിയായി മാറുന്നു. എ പേഴ്സൺ കണ്ടംഡ് ഫോർ ഹെൽ, നരകത്തിൽ നിപതിക്കാനായിട്ട് നിശ്ചയിക്കപ്പെട്ട ഒരു വ്യക്തി, കണ്ടംഡ് ഫോർ ഹെൽ, അവനെ അവിടെ നിന്ന് മാറ്റി സ്വർഗത്തിന് അവകാശിയാക്കി മാറ്റുന്നു. അത്ര മനോഹരമായ ഒരു കൂദാശയാണ് ഈ കൂദാശ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ കൂദാശ നമ്മൾ ഗൗരവപൂർവ്വം എടുക്കുകയും അത് സ്വീകരിക്കേണ്ടതുപോലെ സ്വീകരിക്കുകയും ചെയ്യുകയാണെങ്കിൽ ഒരുപാട് നേട്ടം. അവസാനമായിട്ട് നമുക്ക് കാണാവുന്ന 1-2 കാര്യങ്ങള്. സമാധാനം. നമുക്കറിയാലോ, പാപം അപഹരിക്കുന്ന ഒന്നാണ് സമാധാനം. പക്ഷേ ഈ അസമാധാനം മാറ്റിയിട്ട് സമാധാനം സ്ഥാപിക്കുന്ന കൂദാശയാണ് കുമ്പസാരം എന്ന കൂദാശ. അതുപോലെ തന്നെ ആധ്യാത്മിക ശക്തി പകരുന്ന ഒരു കൂദാശ എന്ന് സഭ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. എന്തിനാണ് ഈ ആധ്യാത്മിക ശക്തി എന്നറിയോ? ക്രൈസ്തവ വിശ്വാസ പോരാട്ടത്തിന് വേണ്ട ആധ്യാത്മിക ശക്തി. നമുക്ക് മനസ്ഥൈര്യം എന്ന് പറയുന്ന ഒരു പുണ്യമുണ്ടല്ലോ. ഇനി അതുണ്ടെങ്കിലത്തെ ഗുണം, പ്രതികൂല സാഹചര്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോഴും നഷ്ടധൈര്യരാകാതെ ജീവിതത്തിൽ മുമ്പോട്ട് പോകാനായിട്ട് അത് നമ്മെ സഹായിക്കും. ഏതാനും ചില കാര്യങ്ങൾ വിശുദ്ധര് ഈ മനോഹരമായ കൂദാശയെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് കണ്ടുകൊണ്ട് നമ്മൾ രോഗീ ലേപനം എന്ന കൂദാശ, അത് നമുക്ക് രോഗസൗഖ്യവും അതുപോലെ തന്നെ ഈ സ്വർഗത്തിലേക്കുള്ള യാത്രയ്ക്ക് നമ്മളെ ഒരുക്കുന്ന ഒരു കൂദാശയായിട്ടാണ് സഭ നമ്മെ പഠിപ്പിക്കുക. ഓക്കെ, ഏതാനും വിശുദ്ധര് ഈ കൂദാശയെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. വിശുദ്ധ ക്രിസോസ്റ്റം വിശുദ്ധൻ, അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം ഇതാണ്: ഒരസ്ത്രം ശരീരത്തിൽ കയറിയാൽ ആ അസ്ത്രം ഊരിയെടുത്താൽ മാത്രം പോരാ, മുറിവ് സുഖപ്പെടുത്തേണ്ടതുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതല്ലേ? ഒരസ്ത്രം നമ്മുടെ ശരീരത്തിൽ കയറിയാൽ ഇതിങ്ങോട്ട് ഊരിയെടുത്ത് കഴിയുമ്പോഴേ നമുക്ക് എല്ലാം ഓക്കെ ആകത്തില്ല. ആ മുറിവ് സുഖപ്പെടുത്തി എടുക്കണം. ഇത് പറഞ്ഞ പോലെ നാം പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ വിശുദ്ധ ക്രിസോസ്റ്റം പറയാണ്, കുമ്പസാരിച്ചാൽ മാത്രം പോരാ, പ്രായശ്ചിത്ത പ്രവൃത്തികളും ചെയ്യണം. ഇത് ചിലരെ സംബന്ധിച്ചിടത്തോളം അബോർഷൻ നടന്നിട്ടുണ്ടെങ്കിൽ പോലും, അല്ലെ കൊലപാതകമോ മോഷണമോ ഒക്കെ നടന്നിട്ടുണ്ടെങ്കിൽ പോലും
അവരുടെ മനസ്സിലിരിക്കുന്നത് അച്ഛൻ 3 നന്മ പറഞ്ഞു പറയും ചെല്ലാൻ പറഞ്ഞു, അത് മതി. അതാണോ പരിഹാരം? അതാണോ ശരിക്കുള്ള പരിഹാരം? ശരിക്കുള്ള പരിഹാരത്തെ കുറിച്ച് വിശുദ്ധർ പറയുന്നുണ്ട്. നമ്മൾ ഇനി മുമ്പോട്ടുള്ള നമ്മുടെ ജീവിതം പാപം ഒഴിവാക്കി ജീവിക്കണം, ചെയ്യാവുന്നത്ര പുണ്യങ്ങൾ ചെയ്യണം. അപ്പോഴാണ് ഈ പാപം മൂലം നമുക്കുണ്ടായ മുറിവ് ഉണങ്ങുന്നത്. അസ്ത്രം ഊരിയെടുത്താൽ മാത്രം പോരാ, ആ മുറിവ് സുഖപ്പെടുത്തിയെടുക്കാനും നമുക്ക് സാധിക്കണം. അതാണ് വചനം, ഈ വിശുദ്ധൻ നമ്മളെ വചന വെളിച്ചത്തിൽ പഠിപ്പിക്കുന്നത്. വിശുദ്ധ ഫിലിപ്പ് നേരി അദ്ദേഹം പറയുന്നൊരു കാര്യം, വിശുദ്ധ ഫിലിപ്പ് നേരി, നിങ്ങളിൽ ഒരാള് സ്വർഗത്തിന്റെ ആ പടിവാതിക്കൽ എത്തി നിന്നപ്പം പുറകിൽ നിന്ന് ഒരാൾ നിങ്ങളെ വിളിച്ച തിരിഞ്ഞു നോക്കുമോ? അതോ നിങ്ങളുടെ ഉത്സാഹം അയ്യോ സ്വർഗത്തിന്റെ വാതിൽ തൊട്ടപ്പുറത്ത് വാതില, എന്തായിരിക്കും നമ്മുടെ ചിന്ത? ചാടിക്കയറാം. നീ എന്തെങ്കിലും കാരണം പറഞ്ഞെങ്ങാനും അതിന് വാതിൽ അടഞ്ഞു പോയാലോ? വിശുദ്ധ ഫിലിപ്പ് നേരി പറയുന്നൊരു കാര്യം, ഞാൻ സ്വർഗത്തിന്റെ വാതിക്കൽ ആയിരുന്നാൽ പോലും ഒരു പാപി മോചനം തേടി വന്നാൽ എന്ന് പറഞ്ഞാൽ, പറയുന്ന ഒരാൾ വിളിച്ചിട്ട് പറയണം, അച്ഛാ എനിക്കൊന്ന് കുമ്പസാരിക്കണം കേട്ടോ. നമ്മൾ തന്നെ എന്നാ പറയും, ഇപ്പം ഈ നല്ല നേരത്താണ്. ഈ മനുഷ്യൻ, ഈ വിശുദ്ധൻ പറയാണ്, ഞാൻ സ്വർഗത്തിന്റെ വാതിക്കൽ എത്തി നിൽക്കുമ്പോഴാണെങ്കിലും ഒരാള് കുമ്പസാരം ചോദിച്ചു വന്നാൽ, പാപമോചനം ചോദിച്ചു വന്നാൽ, ഞാൻ പോയിട്ട് ആ കുമ്പസാരം കേൾക്കുന്നു. അപ്പൊ നോക്കിയേ, ഈ കൂദാശയുടെ വില മനസ്സിലാക്കിയത് കൊണ്ടല്ലേ ഈ വിശുദ്ധന് ഇപ്രകാരം പറയാൻ പറ്റിയേ? വിശുദ്ധ ഡോൺ ബോസ്കോ അദ്ദേഹം പറഞ്ഞത്, എന്തെല്ലാം അസൗകര്യങ്ങൾക്കിടയിലും എവിടെ എപ്പോൾ ആവശ്യപ്പെട്ടാലും ഞാൻ കുമ്പസാരം കേൾക്കും. ഇത് വായിച്ചിട്ട് എനിക്ക് പേടി തോന്നിയിട്ടുണ്ട്. എത്രയോ സമയങ്ങളില്, എത്രയോ അവസരങ്ങളില് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അതേ ഇത്രയും നേരം അച്ഛന്മാരുണ്ടായിരുന്നു, ഇപ്പൊ അവരെല്ലാരും പോയി ഭക്ഷണം കഴിക്കാൻ പോയി, അല്ലെങ്കിൽ വിശ്രമിക്കാൻ പോയി, ഇനി നാളെ എങ്ങാൻ പോവാം. ഇവിടെ വിശുദ്ധൻ വിളിച്ചു പറയാ, എത്ര അസൗകര്യങ്ങൾ എനിക്കുണ്ടെങ്കിലും എവിടെ ആര് ഒരു കുമ്പസാരം ആവശ്യപ്പെട്ടാലും ഞാനത് ചെയ്തിരിക്കും. അപ്പൊ ഈ ഉദാശയുടെ ആ വില നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ്. വിശുദ്ധ അഗസ്തീനോസ് അദ്ദേഹം പറയുന്നുണ്ട്, തിന്മയുടെ പ്രവൃത്തികൾ ഏറ്റുപറഞ്ഞ് നന്മയുടെ പ്രവൃത്തികൾക്ക് തുടക്കം കുറിക്കുന്നതാണ് യഥാർത്ഥ കുമ്പസാരം. തിന്മയുടെ പ്രവൃത്തികൾക്ക് അവസാനം കുറിക്കണം, ഇനിമേൽ ഞാൻ പാപം ചെയ്യില്ല. അതുപോലെ നന്മയുടെ പ്രവൃത്തികൾക്ക് തുടക്കം കുറിക്കണം. ഇങ്ങനെയൊക്കെ നമ്മളൊന്ന് സംസാരിക്കുകയായിരുന്നെങ്കിൽ പിന്നെ ഈ പാപത്തിലേക്ക് തന്നെ പോയിട്ട് പിന്നെ ഇത് തന്നെ പോയി സംസാരിക്കേണ്ട ഒരവസ്ഥ വരില്ല. ചിലർ കുമ്പസാരവും നിർത്തി. കാരണം എന്നാന്നറിയോ? ഞാൻ കുമ്പസാരം കഴിഞ്ഞാൽ ഇത് തന്നെ പിന്നെയും ചെയ്തുകൊണ്ടിരിക്കണം, എന്തിനാ പിന്നെ, അതുകൊണ്ട് വെറുതെ അച്ഛൻ്റെ സമയം കളയണ്ടല്ലോ എന്ന് ഓർത്ത് ഇപ്പൊ കുമ്പസാരിക്കാനും പോകുന്നു. ശരിക്കുള്ള കുമ്പസാരം എന്താണെന്ന് വിശുദ്ധ അഗസ്തീനോസ് പറയാണ്, തിന്മയ്ക്ക് അറുതി വരുത്തണം, നന്മ ചെയ്യാൻ തുടക്കം കുറിക്കണം. ഇത് രണ്ടും നമ്മുടെ ഭാഗത്തു നിന്നും വരുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവരുടെ കുമ്പസാരം ശരിക്കുള്ള കുമ്പസാരമാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. വിശുദ്ധ മാർഗരറ്റ് സൂചിപ്പിച്ചൊരു കാര്യം, വിശുദ്ധ മാർഗരറ്റ് പറഞ്ഞത്, കുമ്പസാരക്കാരൻ അറിയേണ്ടതൊന്നും ഒളിച്ചു വെക്കാതിരിക്കുക എന്ന് പറഞ്ഞ കള്ളക്കുമ്പസാരം നടത്തിയേക്കരുത് കേട്ടോ. ഞാനിവിടെ ധ്യാന ദിവസങ്ങളിൽ കുമ്പസാരത്തിന്റെ ദിവസം പ്രത്യേകം പറയാറുള്ളൊരു കാര്യമാണ്, കള്ളക്കുമ്പസാരം നടത്താൻ പ്ലാൻ ഉള്ളവര് പ്ലീസ് ഡോണ്ട് ഗോ ഫോർ ഇറ്റ്. നിങ്ങൾ കുമ്പസാരിക്കാൻ പോകണ്ട. കാരണം കർത്താവിന്റെ വചനം കൃത്യമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്ന കാര്യമാണ്, പാപങ്ങൾ മൂടി വെക്കുന്നതിന് ഐശ്വര്യം ഉണ്ടാകില്ല. സുഭാഷിതങ്ങൾ 18:28-13 വായിച്ചാൽ മതി. പാപങ്ങൾ മൂടി വെക്കുന്നവന് ഐശ്വര്യം ഉണ്ടാകും. അപ്പൊ പിന്നെ നമ്മൾ എന്തിനാ വെറുതെ നഷ്ടം സഹിക്കേണ്ടി വരിക? ഇവിടെ ഈ വിശുദ്ധ പറഞ്ഞാണ്, കുമ്പസാരക്കാരൻ അറിയേണ്ടതൊന്നും ഒളിച്ചു വെക്കാതിരിക്കുക. രോഗി മുറിവുകൾ കാണിച്ചാൽ മാത്രമാണ് അവ സൗഖ്യമുള്ളതായി മാറുക.
ഡോക്ടറുടെ അടുത്ത് ചെന്ന് ചിലർ കണ്ടിട്ടില്ല, അവര് എന്തോ ഡോക്ടറെ കണ്ടോ ചിലർ സഹായം തേടി വരുമ്പോഴാണേലും അവര് ശരീരം മുഴുവൻ ഇതെല്ലാം പ്രശ്നങ്ങളുണ്ടോ ഇതെല്ലാം കണ്ടോ എന്ന് പറയും. അതിനൊന്നും നമുക്കൊരു കുഴപ്പമില്ല. എന്നാൽ കുമ്പസാരിക്കാൻ നമ്മൾ പോകുമ്പോൾ പാപങ്ങൾ മൂടി വെച്ചുകൊണ്ടുള്ള കുമ്പസാരം, അതിലൂടെ നമുക്കൊരു അനുഗ്രഹവും ലഭിക്കില്ല എന്നാ പറഞ്ഞു. അവസാനമായിട്ട് നമുക്ക് ഫ്രാൻസിസ് സാലസ് പഠിപ്പിച്ചൊരു കാര്യം. ഫ്രാൻസിസ് സാലസ് അദ്ദേഹം പറയുന്നത്, ദൈവം അനുതാപികളെ വളരെയേറെ വിലമതിക്കുന്നു. അനുതാപികളെ ദൈവം വളരെയേറെ വിലമതിക്കുന്നു. അതുകൊണ്ട് ലോകത്തിലുള്ള ഏറ്റവും ചെറിയ അനുതാപവും അത് ആത്മാർത്ഥമാണെങ്കിൽ ഏത് പാപവും ക്ഷമിക്കാൻ അവിടുന്ന് തയ്യാറാണ്. ആത്മാർത്ഥമായ ഒരു അനുതാപം പറഞ്ഞാൽ, ഞാൻ എൻ്റെ പാപങ്ങളെ കുറിച്ച് ചിന്തിച്ചപ്പോൾ എൻ്റെ കണ്ണും നിറഞ്ഞു. ഞാൻ എൻ്റെ പാപങ്ങൾ ഏറ്റു പറയുന്ന കാര്യം ഓർത്തപ്പോൾ എനിക്ക് ഏങ്ങലടിച്ച് കരച്ചിൽ വന്നു. മതി. ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, ഏത് വലിയ പാപവും കർത്താവിന് ക്ഷമിക്കാൻ പറ്റും ഒരാളുടെ അനുതാപം ആത്മാർത്ഥമാണെങ്കിൽ. അതുകൊണ്ട് ഈ ഒരു കൂദാശയുടെ വില മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും ഒരുപാട് അനുഗ്രഹം ഈ കൂദാശയിലൂടെ ഏറ്റുവാങ്ങാൻ പറ്റും. നമുക്കിനി ഉള്ള സമയം കൊണ്ട് അത്യാവശ്യം നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യങ്ങൾ, രോഗി ലേപനം. അറിയാലോ, വചനം കൃത്യമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. സൗഖ്യത്തിന് ഒരുപാട് ഉപകരിക്കുന്ന ഒന്നാണ് രോഗി ലേപനം. ഇന്ന് വലിയ രോഗങ്ങളുടെ നടുവിൽ പോലും ഈ രോഗി ലേപനം സ്വീകരിച്ച് ധൈര്യമായിട്ട് മുമ്പോട്ട് പോകുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്കറിയാം, വിദേശത്ത് ഒരു യുവാവാണ്, അവന് ക്യാൻസർ ആണെന്ന് ടെസ്റ്റ് റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ പിറ്റേ ദിവസം അവൻ ചെയ്തത് നേരെ വികാരി അച്ഛൻ്റെ അടുത്തേക്ക് വന്നു. എന്നിട്ട് പറഞ്ഞു, എനിക്ക് രോഗി ലേപനം തരണം. അച്ഛൻ കൊടുത്തു. അവൻ പറഞ്ഞത്, ആ രോഗി ലേപനം വാങ്ങിച്ചുകൊണ്ട് ഞാൻ തന്നെ ഈ ട്രീറ്റ്മെന്റിന്റെ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഹോസ്പിറ്റല്, ഡോക്ടറെ, സകലമാന കാര്യങ്ങളും ഇന്റർനെറ്റിൽ ഞാൻ കണ്ടുപിടിച്ച് പ്രൊസീഡ് ചെയ്ത് ഒരു കുഴപ്പമില്ലാതെ ഇന്ന് മുമ്പോട്ട് പോകുന്നുണ്ട്. രോഗി ലേപനം ഇനി അത് ഏറ്റെടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ആ ചികിത്സയിലൂടെ സൗഖ്യം പ്രാപിക്കത്തക്ക വിധം അവന് ദൈവത്തിന്റെ കൃപ ലഭിച്ചു. വേറൊരപ്പനെ ഇങ്ങനെ സർജറിക്ക് കൊണ്ടുപോകുന്ന സമയത്ത് മകന് തോന്നി, രോഗി ലേപനം നല്ലതാണ്. അറിയത്തില്ല ഏത് രോഗാവസ്ഥയിലും വേണേ ബോധം കെടുത്തിയാൽ ചിലപ്പോൾ ബോധം തെളിയണമെന്ന് നിർബന്ധമൊന്നുമില്ല. വീണ് മരിക്കുന്ന എത്രയോ സംഭവങ്ങൾ, ഓപ്പറേഷൻ്റെ ഇടയ്ക്ക് പെട്ടെന്ന് അറ്റാക്ക് വന്ന് മരിച്ചുപോയ എത്രയോ സംഭവങ്ങൾ. ഈ അപ്പനോട് പറഞ്ഞു, ഞാൻ അച്ഛനെ കൊണ്ടുവന്നിട്ട് അപ്പന് രോഗി ലേപനം തരാം, അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് സർജറിക്ക് പോവാം. ഉടനെ അപ്പം പറഞ്ഞു, എന്നാന്നറിയോ, ഞാനേ സർജറിക്ക് പോവാ, അല്ലാതെ മരിക്കാൻ വേണ്ടി പോകുന്നല്ല. നീ എന്തിനായാലും അച്ഛനെ കൂട്ടിക്കൊണ്ടു വരുന്നു എന്ന് പറഞ്ഞാൽ, ചിലരുടെ മനസ്സിലിരിക്കുന്ന രോഗി ലേപനം എന്ന് പറഞ്ഞാൽ അത് സ്വീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് മരിച്ചു പോകുന്നു. പ്രിയപ്പെട്ട ഒരു സഭ നമ്മളെ പഠിപ്പിക്കുന്ന മനോഹരമായ കുറെ കാര്യങ്ങളുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. എന്താണ് രോഗി ലേപനം എന്ന് സഭ കൃത്യമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. രോഗാവസ്ഥയിൽ ക്ലേശം അനുഭവിക്കുന്നവർക്ക് ദൈവകൃപ ലഭ്യമാക്കുന്ന കൂദാശയാണ് രോഗി ലേപനം. ഈ രോഗം മൂലം ക്ലേശിക്കുന്നവര് അവര് മരുന്ന് കഴിക്കുന്നതിന് മുമ്പ് ചിന്തിക്കേണ്ട ഒരു കാര്യം. ഈ കാര്യസഭയിൽ ഞങ്ങള് കോവിഡ് വന്ന സമയത്ത് ഞങ്ങളെല്ലാവരും ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിച്ചിട്ട് ഞങ്ങളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും രോഗി ലേപനം. കാരണം എങ്ങാനും ഇത് വന്ന് ആശുപത്രി പോയി കിടന്ന് ചിലപ്പോൾ ഒരാൾക്ക് അവിടെ വന്ന് തരാൻ പോലും പറ്റിയെന്ന് വരില്ല. രോഗി ലേപനം ഇനി അത് മരിക്കാൻ വേണ്ടിയുള്ള ഒരു കാര്യം എന്നതിനേക്കാളും സുഖപ്പെടുത്തുന്ന ഔഷധമായിട്ട് നമുക്കിതിനെ കാണാൻ സാധിക്കും. മാത്രമല്ല, രണ്ടാമതൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്, മരണാസന്നർക്ക് മാത്രമല്ല ഗൗരവമായ രോഗമോ വാർദ്ധക്യമോ മൂലം ക്ലേശിക്കുന്നവർക്കും ഇത് സ്വീകരിക്കാം. വാർദ്ധക്യത്തിൽ ക്ലേശങ്ങൾ അനുഭവിക്കുന്നവർക്ക്, മരണാസന്നർക്ക് സ്വീകരിക്കാവുന്ന ഒരു കാര്യമാണ് ഈ രോഗി ലേപനം. മറ്റൊരു കാര്യം പറഞ്ഞിരിക്കുന്നത്, ഓരോ രോഗവും മരണത്തെ എത്തി നോക്കാനും ദൈവാശ്രയത്തിൽ ആശ്രയപ്പെടാനുമുള്ള ഒരവസരമായിട്ട് നമ്മൾ രോഗത്തെ കാണും. അങ്ങനെ കാണുന്നവര്
രോഗീലേപനം അവർ സന്തോഷത്തോടെ അവർ സ്വീകരിക്കും. നേര് പഴയ തെറ്റായ ധാരണ മാറിയത് കൊണ്ട് ഒത്തിരി പേര് ഇന്ന് രോഗസൗഖ്യത്തിന് വേണ്ടിയാണേലും ഈ കൂദാശ ഏറ്റെടുക്കുന്നത് കണ്ടിട്ടുണ്ട്. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം 1499 വായിച്ചാൽ രോഗീലേപനവുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട്. വിശുദ്ധ ലേപനവും പുരോഹിതന്മാരുടെ പ്രാർത്ഥനയും വഴി സഭ മുഴുവൻ പീഡ സഹിക്കുന്നവനും മഹത്വീകൃതനുമായ കർത്താവിന് രോഗികളെ ഫലമേൽപ്പിക്കുന്നു. ശരിക്കും ഈ രോഗീലേപനത്തിലൂടെ സഭ ചെയ്യുന്ന എന്താണെന്നറിയോ? പീഡ സഹിക്കുന്നവരെ കർത്താവിന് ഫലമേൽപ്പിക്കുന്നു. കർത്താവ് പീഡ സഹിച്ചവനാ. അറിവുണ്ട്, പീഡ സഹിക്കുന്നവരെ രോഗികളെ മനസ്സിലാക്കാൻ കർത്താവിന് സാധിക്കും. കർത്താവ് സഹിക്കാത്ത ഒന്നും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സഹിക്കുന്നില്ല. അതിനെ തുടർന്ന് പറഞ്ഞിരിക്കുകയാണ്, അവിടുന്ന് അവരെ എഴുന്നേൽപ്പിക്കാനും രക്ഷിക്കാനും വേണ്ടിയാണ് ഈ കൂദാശ. യേശു ഇങ്ങനെയുള്ളവരെ എഴുന്നേൽപ്പിക്കാൻ, രക്ഷിക്കാൻ, ഒരിക്കലും തിരിച്ചു വരികയെന്ന് പറഞ്ഞിട്ട് ഈ രോഗീലേപനം സ്വീകരിച്ചു കഴിഞ്ഞ് അത്ഭുതകരമായിട്ട് ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന എത്ര പേരുടെ സാക്ഷ്യങ്ങളുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, ഈ കൂദാശയെ കുറിച്ച് നമുക്ക് ശരിയായ ഒരറിവുണ്ടായി അറിവിന്റെ വെളിച്ചത്തിൽ ജീവിക്കാൻ തുടങ്ങുമ്പോൾ കാര്യങ്ങൾക്ക് വ്യത്യാസം വരും. നമ്മൾ ഒരു ഉപമ കാണുന്നുണ്ട്. ലൂക്ക 10-ാം അധ്യായം 30 മുതൽ 35 വരെയുള്ള വചനങ്ങൾ. നല്ല സമറിയാക്കാരന്റെ ഉപമ. മുറിവേറ്റ് കിടന്ന ഒരു വ്യക്തിയെ ഈ നല്ല സമറിയാക്കാരൻ 2 കാര്യങ്ങൾ അവിടെ ചെയ്യുന്നത് കാണാൻ പറ്റും. എന്തൊക്കെയായിരുന്നു? അവന്റെ മുറിവിൽ ഒഴിച്ച 2 കാര്യങ്ങൾ. 1 എണ്ണ, 2 വീഞ്ഞ്. അവന്റെ മുറിവിൽ എണ്ണയും വീഞ്ഞും ഒഴിച്ചു. സഭ നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യം, ഈ എണ്ണ രോഗീലേപനത്തിന് ഉപയോഗിക്കുന്ന ആ തൈലത്തെ സൂചിപ്പിക്കുന്നു. ഈ എണ്ണ. രണ്ടാമത് നമ്മൾ കാണുന്നുണ്ട് വീഞ്ഞ്. യേശുക്രിസ്തുവിന്റെ കൃപയും സ്നേഹവും സൂചിപ്പിക്കുന്നതാണ് വീഞ്ഞ്. അതുകൊണ്ട് ഈ രോഗീലേപനത്തിലൂടെ, ഈ കൂദാശയിലൂടെ നമ്മൾ ദൈവകൃപ സ്വീകരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന കാര്യങ്ങൾ, കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും സ്നേഹവും നമ്മുടെ ജീവിതത്തിൽ വന്ന് നിറയുന്നത് നമുക്ക് കാണാൻ പറ്റും. ബൈബിളിലൂടെ കടന്നു പോകുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ്, കർത്താവ് നമ്മെ സുഖപ്പെടുത്തുന്ന ദൈവമാണ്. പുറപ്പാട് 15:26 ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ്. യേശുക്രിസ്തു സുഖപ്പെടുത്തിയ കർത്താവാണെന്ന് കാണാൻ ഏതാനും വചനഭാഗങ്ങൾ എടുത്താൽ മതി. ലൂക്ക 7:22-23 വചനങ്ങൾ. അവിടെ പറഞ്ഞത്, ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ നീ പോയി പറയുക. കുഷ്ഠരോഗികൾ സുഖപ്പെടുന്നു, അതുപോലെ ചെകിടർ കേൾക്കുന്നു, മരിച്ചവർ ഉയർപ്പിക്കപ്പെടുന്നു. ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാര്യങ്ങൾ നിങ്ങൾ പോയി സാക്ഷ്യപ്പെടുത്താനാണ് പറഞ്ഞത്. പറയുണ്ട്, യേശു സുഖപ്പെടുത്തിയ കർത്താവാണ്. മത്തായി 12:22 വായിച്ചാൽ ഒരു അന്ധനും ഊമനുമായവനെ കർത്താവ് സുഖപ്പെടുത്തുന്ന രംഗം കാണാൻ പറ്റും. ഇനി ഈ കർത്താവ് ശിഷ്യന്മാരെ ഏൽപ്പിച്ചൊരു ദൗത്യമാണ് സുഖപ്പെടുത്താനുള്ള ദൗത്യം. മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം 17-18 വചനങ്ങൾ എടുത്താൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ പോയി ഈ ശുശ്രൂഷ തുടരുക. അതാണ് ശിഷ്യന്മാരെ കർത്താവ് ഏൽപ്പിച്ചത്. ലൂക്ക 10:9 വായിച്ചാലും രോഗികളെ സുഖപ്പെടുത്തുവിൻ എന്ന് കർത്താവ് പറഞ്ഞൊരു കാര്യം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ മിനിസ്ട്രി ഇന്ന് സഭയിൽ തുടർന്നുകൊണ്ടിരിക്കുക. നമുക്ക് ശരീരത്തിന്റെ രോഗമാണെങ്കിലും മനസ്സിന്റെ രോഗമാണെങ്കിലും ആത്മാവിന്റെ രോഗമാണെങ്കിലും ദൈവത്തിങ്കിലേക്ക് നമ്മൾ തിരിയണം. രോഗസൗഖ്യത്തിന് സഭ മുമ്പോട്ട് വെച്ച് നീട്ടുന്ന ഈ കാര്യങ്ങൾ, അതിൽ ഒരു 5-6 കാര്യങ്ങളാണ്, പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് വചന വെളിച്ചത്തിൽ നമ്മൾ കണ്ടത്. രോഗീലേപനത്തിന്റെ ഏതാനും സൽഫലങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പരിശുദ്ധാത്മാവിന്റെ സവിശേഷങ്ങളായ ദാനങ്ങൾ നമുക്ക് ലഭ്യമാക്കുന്നതാണ് രോഗീലേപനം. പരിശുദ്ധാത്മാവിന്റെ സവിശേഷങ്ങളായ ദാനങ്ങൾ. രണ്ടാമത്തെ കാര്യം, രോഗം മാറുന്നില്ലെങ്കിലും
ആ രോഗം സഹിക്കാനുള്ള കൃപ നൽകുന്നതാണ് രോഗീലേപനം. രോഗീലേപനം കൊടുത്തെന്ന് വിചാരിച്ച് എല്ലാവരും സുഖം പ്രാപിച്ച് തിരിച്ചു വരണമെന്നൊന്നുമില്ല. പക്ഷേ രോഗം സൗഖ്യമാകുന്നില്ലെങ്കിലും ആ രോഗം ധൈര്യത്തോടെ എടുക്കാനുള്ള കൃപ അവർക്ക് ലഭിക്കുന്നു. ഒന്നാമതൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്, രോഗിയെ ക്രിസ്തുവിൻ്റെ പീഡാനുഭവത്തോട് ഐക്യപ്പെടുത്തുന്നതാണ് ഈ ഒരു രോഗീലേപനം. യേശുക്രിസ്തുവിൻ്റെ പീഡാനുഭവത്തോട് നമ്മുടെ സഹനത്തെ ഐക്യപ്പെടുത്തി നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റും. അവസാനമായിട്ട് പറഞ്ഞിരിക്കുന്നത് നിത്യജീവന് നമ്മെ ഒരുക്കുന്നതാണ് രോഗീലേപനം. രണ്ടാണ് ഈ സ്വർഗീയ യാത്രയ്ക്ക് മരണാസന്നരായിട്ടുള്ളവരെ നമ്മൾ ഈ കൂദാശ കൊടുത്ത് ഒരുക്കുന്നത് സ്വർഗീയമായിട്ടുള്ള യാത്ര. ആ യാത്ര കൊതിച്ച ഒരു വ്യക്തിയാണ് പൗലോസ്. 2 കൊരിന്ത്യർ 5:1 മുതൽ വായിക്കുമ്പോൾ, എൻ്റെ സ്വർഗീയ ഭവനത്തിലേക്കുള്ള യാത്ര തുടങ്ങാൻ ഞാനിങ്ങനെ വെമ്പൽ കൊള്ളുകയാണെന്ന് പറഞ്ഞു. ഈ ഭൂമി വിട്ട് സ്വർഗത്തിലേക്ക് പോകാൻ വെമ്പൽ കൊണ്ട ഒരു വ്യക്തിയായിട്ട് പൗലോസിനെ നമുക്ക് കാണാൻ പറ്റും. ഈ കാര്യങ്ങൾ ഹൃദയത്തിലേക്ക് ഏറ്റെടുത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം.